ഹായ് ഗായ്സ്, കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെ 5-സ്റ്റാർ ആഡിൽ എടുക്കുന്നതാണ് നല്ലത്. ദേ ഓൾവേസ് ഡു നത്തിങ്. സിൽവർ ലൈൻ പ്രോജക്റ്റിലെ മഞ്ഞ കുട്ടിയെ പോലെ വെറുതെ നിൽക്കുകയാണ്. ഗായ്സ്, നമ്മൾ പ്രീവ്യൂവിൽ പറഞ്ഞാൽ എല്ലാ ബാറ്റിൽസിലും പരാജയപ്പെട്ടു. ഫസ്റ്റ് ബാറ്റിലായ ഡിയാസ് വേഴ്സസ് ഒമറിൽ ഡിയാസ് പൂണ്ടുവിളയാടി. സെക്കൻഡ് ബാറ്റിലായ നവോച്ച വേഴ്സസ് ചാങ്ടേയിൽ നവോച്ച പൂർണ്ണ പരാജയമായിരുന്നു. അതിലൂടെ ഒരു ഗോളും കിട്ടി. തേർഡ് ബാറ്റിലായ വിക്ടർ വേഴ്സസ് ജോണി കൗക്കോയിൽ കൗക്കോ വിക്ടറിന് പാസ് കിട്ടാൻ ചാൻസ് ഉള്ള എല്ലാ ചാനലും ബ്ലോക്ക് ചെയ്തു. അതുപോലെ തന്നെ സ്പേസും കൊടുത്തില്ല. ഈ മാച്ചിലെ ഏറ്റവും വലിയ പോസിറ്റീവാണ് അർഷ് ഷേഖ്. പെനൽറ്റി സേവ് ചെയ്തതുകൊണ്ട് മാത്രമല്ല, സച്ചിന്റെ മെയിൻ വീക്ക്നെസ്സായ ബോൾ കളക്ഷനിൽ അർഷ് ഷേഖിന് നല്ല കഴിവുണ്ട്. സെറ്റ് പീസിൽ ഡിഫൻസ് ഓർഗനൈസ് ചെയ്യാനും ഗെയിം റീഡ് ചെയ്ത് ഏർലിയർ സ്റ്റേജിൽ തന്നെ ഗോൾ ത്രെറ്റ് ഇല്ലാതാക്കാനുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്. കോറു ഈ മാച്ചിൽ സെക്കൻഡ് ബെസ്റ്റ് പെർഫോമൻസ് നടത്തിയ പ്ലെയറാണ്. കോറു ഹാസ് ദ പൊട്ടൻഷ്യൽ ടു ബിക്കം ദ നെക്സ്റ്റ് ഛേത്രി ഓർ ചാങ്ടെ. നെക്സ്റ്റ് ഞാൻ ഈ ഗെയിമിൽ കണ്ട പോസിറ്റീവാണ് വിക്ടറിന്റെ ഡയറക്റ്റ് ഫ്രീ കിക്ക് സ്കിൽ. ഞാൻ ഈ കാര്യം വിക്ടറിന്റെ പ്ലെയർ അനാലിസിസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഈ മാച്ചിൽ കാണാൻ പറ്റിയതിൽ സന്തോഷം. ഈ സീസണിൽ തന്നെ വിക്ടർ ഡയറക്റ്റ് ഫ്രീ കിക്കിലൂടെ ഗോളടിക്കും, അത് ഉറപ്പാണ്. നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഫെൻഡിംഗ് ബെറ്റർ ആണ്, ബട്ട് കളക്ടീവ് ഡിഫെൻഡിംഗ് ഭയങ്കര വീക്കാണ്. അതിന് പ്രധാന കാരണം ഡിഫെൻസീവ് ലീഡർഷിപ്പ് നൽകാൻ ആരുമില്ല. ഒമർ സ്ലോലി കോക്കോ വോൾ പോലെ ആകുന്നുണ്ടോ എന്നൊരു ചെറിയ സംശയം. നമ്മുടെ പ്ലെയേഴ്സിന്റെ റിയാക്ഷൻ വളരെ സ്ലോ ആണ്. കോച്ച് എപ്പോഴും പെട്ടെന്ന് റിയാക്ട് ചെയ്യാൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതേ കാര്യം മോഹൻ ബഗാനെതിരെയും കാണാൻ കഴിഞ്ഞു. നമുക്ക് ഇതുവരെ മിഡ്ഫീൽഡ് കോമ്പിനേഷൻ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഈ സീസൺ മൊത്തം എടുത്താലും കണ്ടെത്താൻ പറ്റുമോ എന്ന സംശയമാണ്. നമ്മൾ സെറ്റ് പീസ് ആൻഡ് കൗണ്ടർ അറ്റാക്കിന് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഗെയിം സ്റ്റൈലിലേക്ക് മാറണം. കാരണം നമുക്ക് ക്രിയേറ്റിവിറ്റി ഇല്ല. പാസിംഗ് ഗെയിം കളിക്കാൻ പറ്റിയ ടീമില്ല. എന്നാൽ ഹെഡിംഗ് എബിലിറ്റിയുള്ള ഒരു സ്ട്രൈക്കറുമുണ്ട്, ഒരു ഡിഫൻഡറുമുണ്ട്. നിഹാൽ ആൻഡ് റൗളിൻ ലാസ്റ്റ് മാച്ച് വെച്ച് നോക്കുമ്പോൾ ഇംപ്രൂവ് ആയിട്ടുണ്ട്. ബട്ട് നമ്മുടെ ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി റെലഗേഷൻ ബാറ്റിൽ വേണ്ടി ഉള്ളതാണെന്ന് തോന്നുന്നു. ഇന്ത്യൻ പ്ലേയേഴ്സിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാതെ ISL-ൽ കപ്പിനു വേണ്ടി പോരാടാൻ പറ്റില്ല. ISL-ന്റെ ആദ്യകാലങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന എതിരാളി മോഹൻ ബഗാനായിരുന്നു. പിന്നെ അത് BFC ആയി മാറി. പിന്നെ വീണ്ടും ലെവൽ താഴ്ന്നു, ഈസ്റ്റ് ബംഗാളായി. ഇപ്പോൾ ഹേ ഗോകുലം കേരള, we are waiting.